ഇപ്പോൾ രഞ്ജിത്തിനെ പോലെ ഒരു സുഹൃത്തിനെ കുറിച്ചൊരു ഗോസിപ്പ് വരുന്നു, അപ്പോൾ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവും? രഞ്ജിത്തിന് രേവതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഫോണിലൂടെയാണെങ്കിൽ നേരിട്ടും രഞ്ജിത്ത് രേവതിയോട് ഇഴുകി ചേർന്നുകൊണ്ട് അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. മനസ്സും തമ്മിൽ ഒന്നിച്ച് അവർ ശരീരവും മനസ്സും ഒന്നിച്ച് അങ്ങനെ യാത്ര ചെയ്തു. എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറി. ചില പ്രോബ്ലംസ് ഉണ്ടല്ലോ, ചില പ്രോബ്ലംസ് നമ്മളൊരു മെയിൽ സുഹൃത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ അവരുടെ സൊല്യൂഷൻസ് കുറേയും കൂടി ലോജിസ്റ്റിക്. അതിലൊരു കുട്ടി ജനിച്ചു. ഈ സമയത്താണ് ഭാര്യ അറിയുന്നത്. ഭാര്യ ആകെ പ്രശ്നമായി. പിന്നീട് അവർക്ക് മാനസിക നില തെറ്റി. കാരണം രഞ്ജിത്ത് ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹി ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് തീർച്ചയാണ്. എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ അകത്ത് കടന്നു കയറി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആർക്കൊപ്പം എവിടേക്ക് യാത്ര ചെയ്യുന്നു, ആർക്കൊപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അതിലേക്ക് നീളുന്ന ഒരു നോട്ടവും അല്ലെങ്കിൽ അതിലേക്ക് വീഴുന്ന ഒരു കമന്റും എന്നെ ബാധിക്കുന്ന വിഷയം. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഇനിയിപ്പോ ഇതും പറഞ്ഞാലും വഴക്കണ്ട, നമ്മൾ നാറി. അത്രയും അവർ രഞ്ജിത്തിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. മാനസിക നില തെറ്റി അവർ ഭ്രാന്തിയായി എന്നുള്ളതാണ് സത്യം. അതോടെ വാർത്തകളായി രേവതി ഗർഭിണിയാണെന്നുള്ള വിവരം പുറത്തു വന്നു. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. ആത്മാരടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്ന പറഞ്ഞ സത്യ. ഒരു പെണ്ണിന് ഒരു ആണിൻ്റെ അടുത്ത് പറയുന്ന പല കാര്യങ്ങൾ ചിലപ്പോൾ പെണ്ണുങ്ങളുടെ അടുത്ത് ഈ ഒരു വിഷയത്തിന് ഞാൻ ഇറങ്ങിയത് ഓൺലി ബിക്കോസ് ഓഫ് WCC. രഞ്ജിത്തുമായി ഇങ്ങനെ ബന്ധമുണ്ടാകുന്നു, ഒരു കുട്ടി ഉണ്ടാകുന്നു. രഞ്ജിത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചെങ്കിലും അതിന് രഞ്ജിത്ത് തയ്യാറായില്ല. വേറൊരു ഫേസാണ് ഞാൻ കാണുന്നത്. ആൾക്കാരുടെ മനസ്സ്, ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. അതായത് രഞ്ജിത്തിന് രേവതിയിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കെട്ടിപ്പിടി, ഒരു ഉമ്മ, അവരുടെ കൂടെ ഒരു കളി, ചിരി, ഇതൊക്കെ വേണം. അങ്ങനെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഒന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും